എല്ലാവർക്കും നമസ്കാരം. മറുനാട്ടുമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത്. ജഗത്തിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട സ്ഥിരമുഖമാണ്. ജഗത് നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട്, എന്നാൽ പോലും വളരെ വാലിഡ് ആയിട്ടുള്ള, വളരെ റീസെന്റ് ആയിട്ടുള്ള, എന്നാൽ ജഗത്തെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിഷയം തന്നെയാണ് ട്രംപും ഗസയും. നമുക്കറിയാം, ഗസ എപ്പോഴും ഒരു പ്രശ്നബാധിത മേഖലയാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം സംസാരിക്കേണ്ടതില്ല. പക്ഷേ ഗസയിൽ സമാധാനം വരണമെങ്കിൽ അത് ട്രംപ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന, ഗസ ഏറ്റെടുക്കും, അവിടെ റീബിൽഡ് ചെയ്യും, അവിടെയുള്ള ജനങ്ങൾ ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ പോകേണ്ടതുണ്ട്, ഏത് അർത്ഥത്തിലും ഏത് രീതിയിലും ഗസ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രസ്താവന നടത്തി. ഇത് ഏത് തരത്തിൽ ട്രംപ് ചെയ്യാൻ പോകുന്നു, ഇത് എങ്ങനെയാണ്, ഇതിനെ കണ്ട് എത്ര കണ്ട് പ്രോബബിൾ ആണ്, പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ഒബ്സർവേഷൻസ്, എന്താണ് ട്രംപിന്റെ ഗസ പ്ലാൻ? ട്രംപിന്റെ ഗസ പ്ലാനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ട്രംപിന്റെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിനകത്ത് ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. ഈ ഇഷ്യൂവിനകത്ത്, ഗസ പാലസ്തീൻ ഇഷ്യൂവിനകത്ത് കൺസർവേറ്റീവ് കാലാകാലങ്ങളായിട്ട് എന്താണ് അവരുടെ തീരുമാനം, അല്ലെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരിക. അതാണെന്നുണ്ടെങ്കിൽ ട്രംപ് അദ്ദേഹത്തിന്റെ കുറച്ച് വിശ്വാസങ്ങളും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നയതന്ത്ര ആൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകൾ വെച്ചിട്ടാണ് പുള്ളിയുടെ അടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് എടുക്കുന്നത്. ഈസ് ഹാവിങ് എ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു എവരി പ്രോബ്ലംസ്. പുള്ളി തന്നെ പറയുന്നുണ്ട്, GOP അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഈസ് എ പാർട്ടി ഓഫ് കോമൺ സെൻസ് എന്നാണ് പുള്ളി പറയുന്നത്. കോമൺ സെൻസ് ആണ് പുള്ളിയുടെ ഡ്രൈവിംഗ് ഫാക്ടർ എന്നാണ് പുള്ളി പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്രശ്നത്തെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കുവാണെന്നെങ്കിൽ GOP അല്ലെ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെ ട്രംപിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, there is a solution for the two state. അപ്പൊ ഈ ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെ അത് ആയി കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയാണ് പുള്ളി. അതായത് ഒറിജിനൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 1914 വേൾഡ് വാറിന് തുടങ്ങിയ ശേഷം 1920 ആയപ്പോഴത്തേക്ക് അവരൊരു സൊല്യൂഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഭാഗമായിട്ടാണ് ട്രാൻസ് ജോർദാനിയൻ ടെറിട്ടറി എന്ന് പറയുന്ന ആ ടെറിട്ടറി അന്ന് ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു മൊണാർക്കിയെ അവിടെ സ്ഥാപിക്കുകയും പിന്നീട് ഒരു പാലസ്തീനിയൻ ഹോം സ്റ്റേറ്റ് എന്നുള്ള രീതിയാണ് അന്ന് അവലംബിച്ചത്. പക്ഷെ പിന്നീട് അതിനുശേഷം 1946 വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു പവർ പ്രോബ്ലംസ് വന്നപ്പോഴത്തേക്ക് അതിനൊരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല എന്നുള്ള രീതിയിൽ ഇരു പാർട്ടികളും കാണുകയാണ് ചെയ്തത്. അപ്പം അതേ ഒരു കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രംപ് പറയുന്നത് പാലസ്തീനിയൻസിന് കിട്ടിയ സ്ഥലമാണ് ജോർദാൻ. അപ്പം പാലസ്തീനിയൻസ് ജോർദാനിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഈജിപ്തുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത ശേഷം ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്തിൽ പോകേണ്ടവർക്ക് ഈജിപ്തിൽ പോവാം, പാലസ്തീനിൽ പോകേണ്ടവർക്ക് പാലസ്തീനിൽ പോവാം, ജോർദാനിൽ പോകേണ്ടവർക്ക് ജോർദാനിൽ പോവാം എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു പവർ സ്ട്രക്ചർ ആയിരിക്കത്തില്ല ഇനി അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇനിയിപ്പോ അവിടെ ഹമാസിനോ അല്ലെന്നുള്ള മറ്റുള്ള അവിടെയുള്ള പാലസ്തീനിയൻ ആൾക്കാർക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനകൾക്കോ ഇനി അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദർ ഈസ് നോ ഗ്രൗണ്ട് ഫോർ എ നെഗോഷിയേഷൻ. അത് കഴിഞ്ഞു പോയത്. ഇറ്റ്സ് ഓൾറെഡി ഓവർ. അല്ലെ ഒരു ഒക്ടോബർ 7th മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് എ ബാർഗെയിനിങ് കപ്പാസിറ്റി. ഇപ്പൊ അത് ഇല്ല. കാരണം അവര് കുറച്ച് ബന്ദികളെ പിടിച്ചോണ്ട് പോയിട്ട് അവരുടെ ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. ട്രംപ് ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ വരെ അവര് തിരിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ട്രംപ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്കിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. കാരണം 2016 നമ്മൾ കണ്ട ഒരു ട്രംപ് അല്ല ഇപ്പൊ 2025 ആർക്കും നമുക്ക് കാണാൻ കഴിയും. കാരണം അന്ന് ട്രംപ് US പ്രസിഡന്റ് ആവുന്ന സമയത്ത് ട്രംപിന് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഹി നീഡ് ടു ബിക്കേം ദ പ്രസിഡന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ബട്ട് അവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഡസന്റ് ഹാവ് എ വിഷൻ അറ്റ് ദാറ്റ് ടൈം. അപ്പം പുള്ളിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ആവണം, ഞാൻ പ്രസിഡന്റ് ആവും, അതിനുവേണ്ടി അദ്ദേഹം പണം ചെലവാക്കി, അതിനുവേണ്ടി അദ്ദേഹം എഫേർട്ട് എടുത്തു. പക്ഷെ പ്രസിഡന്റ് ആയ ശേഷം പുള്ളി പ്രസിഡന്റ് ആയി എന്നുള്ള ആ ഒരു റിയാലിറ്റി പുള്ളി അക്സെപ്റ്റ് ചെയ്ത് പിന്നെ പുള്ളിക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ പുള്ളിക്ക് സിസ്റ്റത്തിനകത്ത് തന്നെ ഒത്തിരി എതിർപ്പുകളൊക്കെ വന്നത് കാരണം പുള്ളിക്ക് അത് മനസ്സിലായി. പുള്ളിക്ക് ഒത്തിരിയും കുഴപ്പങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒത്തിരി നയതന്ത്ര വീഴ്ചകൾ സംഭവിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കുറച്ച് സ്റ്റെപ്സുകൾ പുള്ളിക്ക് ഇന്റേണൽ സ്റ്റെപ്സുകൾ പുള്ളിക്ക് കുറച്ച്
മിസ്ഗൈഡഡ് ആയിരുന്നു പുള്ളി മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്രാവശ്യം പുള്ളി വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി വെറും വാക്ക് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു നമ്മുടെ ആദ്യത്തെ പ്രശ്നം ഒരു അതായത് ഇപ്പോ ഇത് ഒരു ഭരണാധികാരിയാണ്, തീർച്ചയായിട്ടും പവർഫുൾ നേഷന്റെ പവർഫുൾ പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ഗസയിൽ അതെങ്ങനെ ഏറ്റെടുക്കൽ നടക്കും എന്നുള്ളൊരു പ്രാക്ടിക്കൽ ലെവലിൽ എങ്കിലും കുറച്ചധികം പ്രശ്നങ്ങളില്ലേ? ഒന്നത് അറബ് രാഷ്ട്രങ്ങൾ എതിർക്കുന്നു എന്നുള്ളൊരു കാര്യം. ഗസയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളല്ലല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് താമസിക്കുന്നു. ഒരു തരത്തിലും ഒരു ഭരണസ്ഥിരത ഇല്ലാത്തൊരു പ്രദേശം. അത് അങ്ങനെ ഒരു പ്രദേശത്ത് ഇത് മാത്രമല്ല, ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ എല്ലായിടങ്ങളിലും അമേരിക്ക ഇസ്രായേലിനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല അവിടെ ട്രൂപ്സിനെ ഇറക്കേണ്ടതുണ്ട്. അപ്പം ഒരു സമാധാന പരിപാലനത്തിന് ഗസ ഏറ്റെടുക്കേണ്ടതാണോ ഇത്? മാത്രമല്ല പ്രാക്ടിക്കൽ വശങ്ങൾ എത്രത്തോളം ഉണ്ട്, പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയില്ല. നമ്മൾ ട്രംപിന്റെ സെക്കൻഡ് പ്രസിഡൻസിക്ക് മുന്നേ നമ്മൾ ട്രംപിന്റെ ഫസ്റ്റ് പ്രസിഡൻസിയിൽ എന്താണ് ട്രംപ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതെന്ന് നോക്കാം. ട്രംപ് 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ജെറുസലേം വിൽ ബിക്കേം ദ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ. പുള്ളി അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെയും അല്ലെങ്കിൽ ജൂയിഷ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്തത്. കാരണം അവർക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. ഈ മൂന്ന് മതങ്ങൾക്കും ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ് ജെറുസലേം എന്നുള്ളത്. അപ്പൊ ആ ഒരു സെന്റിമെന്റ്സിൽ പിടിച്ചിട്ടാണ് ഇപ്പം മോദി അയോധ്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഹിന്ദുക്കൾക്ക് ഉണ്ടാവുന്ന അതേ വികാരം തന്നെയാണ് ജ്യൂസിനും അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനും ബാക്കിയുള്ള അറബ് കമ്മ്യൂണിറ്റീസിനും മുസ്ലിംസിനും ജെറുസലേമിനെ പറ്റി പറയും. സോ ഹി പ്ലേഡ് ദാറ്റ് കാർഡ് വെരി വെൽ. അപ്പോ അതിനെപ്പറ്റി പുള്ളി വ്യക്തമായിട്ടൊരു ഇത് പറഞ്ഞു. അപ്പൊ കാരണം ഇതിനു മുന്നേ ഒരു ക്യാമ്പയിനിലും അങ്ങനത്തെ ഉള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ആരും കൊടുത്തിട്ടില്ല. സോ ഈ പുള്ളിക്ക് അറിയാം എന്ത് ഗെയിമാണ് പുള്ളിക്ക് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. ബിക്കോസ് ഈസ് എ ബിസിനസ് മാൻ. അതിനുശേഷം 2017 തന്നെ പുള്ളി അത് പ്രഖ്യാപിച്ചു, ജെറുസലേം ക്യാപിറ്റൽ ആണെന്നുള്ള പ്രഖ്യാപിച്ചു. പിന്നെ അന്ന് ആ സമയത്ത് തന്നെ പാലസ്തീനിയൻസിനുള്ള ഒരു $200 million എയ്ഡും പുള്ളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അധികം ചർച്ചയായിട്ടില്ല. അത് അങ്ങനെ സംഭവിച്ചു. കാരണം പുള്ളി ഞാൻ പറഞ്ഞില്ലേ, പുള്ളി വിചാരിക്കുന്നത് ആ ഒറിജിനൽ പാലസ്തീനിയൻ മാൻഡേറ്റ് ആയിട്ട് ജോർദാൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി പാലസ്തീനിയൻസിനൊന്നും അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലെന്നുള്ള ഒരു അപ്രോച്ചാണ് പുള്ളിക്കുള്ളത്. അപ്പൊ ആ അപ്രോച്ചിൽ വരുമ്പം പുള്ളി നോക്കുന്നത് കറക്റ്റാണ്. ഇപ്പം അവിടെ താമസിക്കുന്ന പാലസ്തീനിയൻസ് എനിക്ക് വേറെ രാജ്യം കൊടുത്തിട്ടോ അവർ പോവാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്, അവരവിടെ നിന്ന് പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണ്. പക്ഷെ പുള്ളി എന്നത് അത്ര വോക്കലായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അന്നത് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പോലും സപ്പോർട്ട് കിട്ടത്തില്ലെന്ന് പുള്ളിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പുള്ളി ഹി വാസ് കീപ്പിംഗ് മം. പിന്നെ അതിനുശേഷം 2018 പുള്ളി ആ എംബസി മൂവ് ചെയ്തു, ജെറുസലേമിലേക്ക് മൂവ് ചെയ്തു. പിന്നെ എബ്രഹാം അക്കോർഡ്സ് പ്രകാരം പുള്ളി പീസ് ട്രീറ്റീസ് അവിടെ കൊണ്ടുവന്നു. UAE, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമസി കൊണ്ടുവന്നു. അവര് ശേഷം എയർ സ്പേസ് യൂസ് ചെയ്യാം, ഫ്ലൈറ്റ് കണക്ഷൻസ്, പിന്നെ അങ്ങനത്തെ ഉള്ള ഒരു നയതന്ത്ര ബന്ധം വന്നു. പിന്നെ അത് മാത്രമല്ല, ഈ GCC കൺട്രീസിനും ഇസ്രായേലുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ഏറെക്കാലമായിട്ടുള്ള ആഗ്രഹമാണ്. കാരണം അവർ ടെക്നോളജി വളരെ മികച്ചതാണ്. അഗ്രികൾച്ചർ, വാട്ടർ ട്രീറ്റ്മെന്റ്, പിന്നെ പലതരത്തിലുള്ള ഡിഫൻസ് ടെക്നോളജി എല്ലാം ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോബ്ലത്തിന് ഈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിച്ചതും. ബട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ട്രംപിനെ നമ്മളെല്ലാവരും കുറ്റം പറയുന്ന സമയത്തും ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു യുദ്ധം പോലും ഫൈറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം എല്ലാവരും ട്രംപ് ഒരു ഭ്രാന്തരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ട്രംപ് ഒരു യുദ്ധക്കൊതിയനാണെന്നൊക്കെ പറയുമെങ്കിലും ട്രംപ് ഇരുന്ന സമയത്ത് പലസ്തീനിലോ ഇസ്രായേലിലോ ഒന്നും ഇതുപോലത്തെ ഒരു അറ്റാക്ക്, ഒരു വൻതോതിലുള്ള ഒരു അറ്റാക്ക് നടന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എയർ ആക്ഷൻ നടന്നതായിട്ടോ പാലസ്തീനിയൻസിന് ഇത്രയും ഒരു ഹ്യൂമിലിയേഷൻ സംഭവിക്കുന്നില്ല, ഇത്ര ആൾക്കാരുടെ ജീവൻ പോകുന്നതായിട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കയറിയപ്പോഴത്തേക്ക് അവരുടെ ഒരു ഇൻകാപ്പബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അത് ഇനി അവർ മനഃപൂർവ്വം ഇതിനു വേണ്ടി നിന്നു കൊടുത്തതാണോ എന്നും എനിക്ക് അറിയത്തില്ല. സോ I don't know what happened, because there was a total failure of intelligence system, there was a total failure of diplomatic policy. എല്ലാം സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. ഇപ്പം ഒരു സൈഡിൽ നിന്ന് മാത്രം സംഭവിച്ചില്ല, ഇത് US കുറച്ചുകൂടെ
അന്ന് കെയർഫുൾ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഹമാസ് അറ്റാക്ക് ഉണ്ടാവത്തില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. സംഭവിച്ചു. ഇനി അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കുറെ പേര് മരിച്ചു, ഏകദേശം 50,000 ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രയേലിലെ ആൾക്കാർ ഇപ്പോഴും ബന്ദികളായിട്ട് ഹമാസിന്റെ കയ്യിലുണ്ട്. സോ ഹി നീഡ് എ സൊല്യൂഷൻ. നമ്മൾ സംസാരിച്ചതും എല്ലാം കഴിഞ്ഞു. സോ ഈ വാണ്ട് സൊല്യൂഷൻ. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഗാസയിലുള്ള ആൾക്കാര് ഐദർ ഈജിപ്റ്റ് ഓർ ജോർദാൻ ഏറ്റെടുക്കണം. ഇന്നലെ അദ്ദേഹം വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ജോർദാൻ കിങ്ങുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു 20 മിനിറ്റ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം ജോർദാൻ കിങ്ങിനെ വളരെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പാലസ്തീനിൽ നിന്നുള്ള ക്യാൻസർ ബാധിച്ച് 2000 കുട്ടികളെ ജോർദാനിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അതിനെ ട്രംപ് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ എമൗണ്ട് ഫണ്ടിങ് ജോർദാന് US കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ജോർദാനിലുള്ള 60% പോപ്പുലേഷനും പാലസ്തീനിയൻ ഒറിജിനാണ്. പാലസ്തീനിൽ നിന്നുള്ള ആൾക്കാർക്ക് ജോർദാനിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അസിമുലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് ദിയർ കൾച്ചർ. അവര് ബ്രദേഴ്സ് ആണ്. അപ്പം അതാണ് അതിനെക്കാട്ടും നല്ലത് ഇസ്രായേലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഇനിയും ഒരു ലൈഫിന് അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നല്ലത് അവര് പലസ്തീൻ ആൾക്കാർ ജോർദാനിൽ പോയി സെറ്റിൽ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ ഈജിപ്തിന്റെ സഹായത്തോടു കൂടി US പണം കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ US എയ്ഡ് വാങ്ങിച്ച ശേഷം അവിടെ അവർക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ തന്നെയാണ് ട്രംപ് ചെയ്യുന്നത്. അല്ലാതെ റെഫ്യൂജികളായിട്ട് അടിച്ചോടിച്ച് വിടണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ട്രംപ് കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുകയാണ്. ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു അറബ് റിഫ്ലക്ഷൻസ് എങ്ങനെയായിരിക്കും? ഇപ്പൊ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമാണ്. അവർ സുന്നികളോ ഷിയാക്കളോ ആയിക്കൊള്ളട്ടെ, അടിസ്ഥാനപരമായി ഈ ഒരു ജൂതവിരുദ്ധത ഉള്ളത് കൊണ്ട് തന്നെ ഗസ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഫലസ്തീനികൾ ഈ പ്രദേശത്തുള്ളവരെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലും പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാൽ പോലും ഇത് അവരെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് കൂടി നമ്മള് ഇപ്പം ജഗത്ത് പറയുന്നു ഇതെന്തായാലും നടപ്പിലാകും, അദ്ദേഹം പണ്ട് മുതൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യമാണെന്നും കൂടി പറയുന്ന സ്ഥിതിക്ക് ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ എന്തായിരിക്കും, അതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ? എനിക്ക് തോന്നുന്നു ഹി വിൽ ഗ്രാജുവലി മേക്ക് ദം ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ്. കാരണം കൂടുതൽ ഡിസഗ്രിമെന്റ് ഉണ്ടാവാതെ, ഇപ്പം ഇസ്രായേൽ ഓൾറെഡി വില്ലിംഗ് ആണ്. ജോർദാനും ഈജിപ്തുമായിട്ട് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോകുന്ന സൗദിയുമായിട്ടും GCC പോലുള്ള ബാക്കി കൺട്രീസുമായിട്ടും ഒരു ടോക്കിൽ എത്തിയ ശേഷം അവര് ഇതിനെ ഒരു റെസൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് തോപ്പിക്കാനൊന്നും ആരെയും പറ്റത്തൊന്നുമില്ല. അപ്പൊ ഒരു റെസൊല്യൂഷൻ. US ഇപ്പം വെരി പവർഫുൾ ആണ്. അതിന്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് ഈസ് വെരി ഡിറ്റർമിൻ. ട്രംപ് വെരി ഡിറ്റർമിൻ ആണ്. ബൈഡൻ പോലല്ല. തീർച്ചയായിട്ടും അതെ. UAEക്കായാലും സൗദി അറേബ്യക്കായാലും എല്ലാവർക്കും ഇതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പൊ ആ ഒരു ധാരണയുടെ പുറത്ത് ട്രംപിന് ഒരു റെസ്പെക്ട് കൊടുക്കുമ്പോൾ ട്രംപ് തിരിച്ച് റെസ്പെക്ട് കൊടുത്തിട്ട് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാവും തന്നെയാണ്. പക്ഷെ അവര് ഇതിനെപ്പറ്റി കണ്ടം ചെയ്യും, ഉറപ്പാണ്. ഇപ്പം ആദ്യമേ ജോർദാനും ഈജിപ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് അക്സെപ്റ്റബിൾ അല്ല, അങ്ങനെ ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ചൈനയും ഇപ്പോ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് അത് ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിനൊരു ഡിപ്ലോമാറ്റിക് രീതിയിൽ ട്രംപ് ഡീൽ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപിന് യുദ്ധമൊന്നും, കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് നടത്തിയപ്പോ ഈ ജോർദാൻ കിങ്ങുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു കോൺവെർസേഷൻ നടന്ന സമയത്ത് ഇറ്റ് വിൽ കം ടു അസ്, വി ആർ നോട്ട് ഗോയിങ് ടു ബൈ ഇറ്റ് എന്നാ പുള്ളി പറഞ്ഞത്. അതായത് പണ്ട് ഈ ഇസ്രായേലില് സെറ്റിൽമെന്റ് ചെയ്ത സമയത്ത് ജ്യൂസ് അവിടെ വന്ന് അറബ്സിന്റെ കയ്യിൽ നിന്ന് വസ്തുക്കളൊക്കെ വാങ്ങിച്ച ശേഷമാണ് അവർ സെറ്റിൽ ആയത്. പിന്നീട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ടെറിട്ടറി അനക്സ് ചെയ്യാനുണ്ടായത്. അപ്പൊ ഒറിജിനൽ സെറ്റിൽമെന്റ് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഉണ്ടായത്. ബട്ട് ട്രംപ് ഇപ്പൊ പറയുന്നത് ഇനി ഞങ്ങൾ കാശൊന്നും കൊടുത്ത് വാങ്ങിക്കത്തൊന്നുമില്ല, അത് യുദ്ധം ചെയ്തു ഇനി പുള്ളി എടുക്കത്തില്ല, അത് ഇനി എന്റെ കയ്യിൽ വരും എന്നാണ് പുള്ളി പറയുന്നത്. പറഞ്ഞ പോലെ ഞാനിനി എടുക്കും എന്നാ പുള്ളി പറയുന്നത്. തൃശ്ശൂർ ഞാനിനി എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഗ്യാസ് ഞാനിനി എടുക്കും, ഗ്യാസ് നിങ്ങൾ എനിക്ക് തരില്ലേ എന്നുള്ളൊരു സ്റ്റാൻഡ് ബൈ. അങ്ങനെയാണ് പുള്ളി സംസാരിച്ചത്. കാരണം ആ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും, എനിക്ക് നിങ്ങൾ തരണം എന്നുള്ള രീതിയിൽ. ജഗത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇവർ ഷിയാകളായിക്കോട്ടെ സുന്നികളായിക്കോട്ടെ, ഇവരുടെ കോമൺ ഫിലോസഫി എന്ന് പറയുന്ന ഒരു കാര്യമാണത്.
ഇവിടെയാണ് അടിസ്ഥാനപരമായി പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ ഗസ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇവർക്ക് ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അത് ഇറാന് മാത്രമല്ല, സൗദി അറേബ്യയ്ക്ക് ആയിക്കോട്ടെ, മറ്റേത് രാഷ്ട്രത്തിനും ആയിക്കോട്ടെ. അപ്പം ഈ ഒരു ട്രംപിന്റെ ഇങ്ങനെ ഒരു നിലപാട് വരുമ്പോൾ അത് എത്ര കണ്ട് പോസിബിൾ ആണ്, അല്ലെങ്കിൽ അറബ് നേഷൻസിന്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും, എത്ര കണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും ട്രംപ് അതിനെ ഡീൽ ചെയ്യാന്ന ഒരു കാര്യം കൂടി ഇല്ലേ? അപ്പൊ അറബ് ലോകത്തിന്റെ ഒരു റിയാക്ഷനെ കുറിച്ചിട്ടൂടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ജോർദാനും ഈജിപ്തുമാണ്. ജോർദാന്റെയും ഈജിപ്തിന്റെയും വില്ലിങ്നെസ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾ. അപ്പൊ ജോർദാനും ഈജിപ്തും പ്രൈമർലി അവർക്ക് ഒരു അപ്രിഹെൻഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അതായത് ഇവര് അവിടുന്ന് പുഷ് ചെയ്ത് പുറത്താക്കുക, അല്ലെ അവരെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ബട്ട് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും അവസ്ഥ ഇപ്പോഴൊന്ന് പരിശോധിക്കണം. ഈജിപ്റ്റ് ആയാലും ജോർദാൻ ആയാലും രണ്ട് രാജ്യങ്ങളും ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഈജിപ്തില് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ മുല്ലപ്പൂ വിപ്ലവമൊക്കെ കഴിഞ്ഞ് അവിടെ ആകെ മൊത്തം രാഷ്ട്രീയ അസ്ഥിരതയാണ്. പിന്നെ ജോർദാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അപ്പം അവിടെ ഒരു കിങ് ആണ് ഭരിക്കുന്നത്. അവിടെ ഡെമോക്രസി ഉണ്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ GCC പോലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അവർ ലിമിറ്റഡ് ആയിട്ടുള്ള പവർ മാത്രമേ അവിടെ ആൾക്കാർക്കുള്ളൂ. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് പോളിസീസും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ വളരെ പെട്ടെന്ന് അവർക്ക് സാധിക്കും. ഇപ്പൊ US-നായാൽ തന്നെ കുറച്ച് കൊഹീസീവ് മെത്തേഡിലൂടെ അല്ലെ ഫണ്ടിങ് കട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജോർദാൻ അനുസരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈജിപ്തിന്റെ സൈഡിലും അവർക്കും ആകെ മൊത്തം പ്രശ്നമാണ്, യുദ്ധവും പ്രശ്നങ്ങളും ആഭ്യന്തര കലാപങ്ങളും എല്ലാം. കാരണം അവിടെയും ഡെമോക്രസി ഉണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് സ്റ്റേബിൾ. അപ്പൊ ഇങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത രാജ്യങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ഫണ്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവിടെ താമസിപ്പിക്കൂ. ഇപ്പം മൊത്തം ഉള്ളത് ഒരു 2.3 മില്യൺ ആൾക്കാരാണ് ഗാസയിലുള്ളത്. അപ്പൊ അവര് ഒരു ഈക്വൽ ആയിട്ട് ഒരു 1 മില്യന് ജോർദാനിലോട്ട് പോകാനുള്ളവർക്ക് ജോർദാനിൽ പോവാം, അല്ല ഒരു 1 മില്യന് ഈജിപ്തിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോത്ത് ബിഗ് കൺട്രീസ്. ലാൻഡ് മാസ് വെച്ച് നോക്കുവാണെങ്കിൽ വലിയ രാജ്യങ്ങളാണ്. പിന്നെ US ആണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം US-ന്റെ ഒരു ഡീല് അവര് എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം വലിയൊരു സ്റ്റേക്ക് ഉണ്ടാവണം, അല്ലെ ഒരു പവർഫുൾ രാജ്യമായിരിക്കണം. അവർക്ക് പണമൊന്നും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് ചിലപ്പോൾ അത് എടുക്കാതിരിക്കും. ബട്ട് ഇപ്പൊ അവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് അവര് ഒരു വീക്ക് പൊസിഷനിലായത് കാരണം ഇവരെ ഡീൽ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവര് അൺലെസ് ആൻഡ് അണ്ടിൽ ഇവര് ഔട്ട്റൈറ്റ് റിജക്ട് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തിരിച്ചടികളാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. 1948 യുദ്ധം തുടങ്ങി, അതായത് ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ച അന്ന് മുതൽ യുദ്ധം തുടങ്ങി 5-8 രാജ്യങ്ങൾ തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കി ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ച അവസാനം അവർ പിൻവാങ്ങിയതാണ്. അവർക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്ന ഒരു ശാശ്വത പരിഹാരം ഒന്നും. യുദ്ധത്തിനകത്ത് there are no winners in war. അത് എല്ലാ സ്ഥലത്തും നാശം മാത്രമേ സംഭവിക്കൂ യുദ്ധത്തിന്റെ അവസാനം. അത് ട്രംപിന് മനസ്സിലാക്കിക്കൊണ്ടാണ് when trade stop war begins എന്നാണ് ഒരു മൊത്തത്തിലുള്ള ഒരു അമേരിക്കയുടെ ഫിലോസഫി. അപ്പൊ അവര് നോക്കുന്നത് നമുക്ക് ആ ഒരു ബിസിനസ് പരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിൽ എത്തിച്ചേർന്നാൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഫിലോസഫീസും റിലീജിയനും ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമുക്ക് ഇനി ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. ഓക്കെ, ഇവര് ഗാസയിൽ താമസിക്കുന്ന ഈ പലസ്തീനിയൻ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ലക്ഷറി ഹൈ സ്റ്റൈൽ ലൈഫ് ഒന്നും അവിടെ ജീവിച്ചോണ്ടിരുന്നത്. അവര് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് നല്ലൊരു ലൈഫില്ല. അവരെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ ഭാവിയും എല്ലാം അനിശ്ചിതത്വത്തിലാണ്. പിന്നെ അവര് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇൻഡോക്ട്രിനേഷൻ നടക്കുന്നുണ്ട് പുതിയ ജനറേഷനിൽ. അപ്പൊ അവരെയൊക്കെ ഒന്ന് തിരിച്ച് ഒരു നോർമൽ കൾച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഇൻഡോക്ട്രിനേഷൻ നിർത്തി എല്ലാവർക്കും മതം എന്നുള്ള ഒരു ബിലീഫ് എന്നുള്ള രീതിയിലാക്കി മാറ്റി വെച്ച ശേഷം അതൊരു പൊളിറ്റിക്കൽ കൾട്ട് എന്നുള്ള രീതിയിൽ നിന്ന് പിൻവാങ്ങിയിട്ട് മതത്തിൽ വിശ്വസിച്ചോളൂ, കുഴപ്പമില്ല, യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ് ഇൻ യുവർ ഹോം, യു ക്യാൻ ഈവൻ പ്രൊഫസ്, അതും പ്രശ്നമല്ല. പക്ഷെ അത് നമ്മളത് ഫോഴ്സ്ഫുള്ളി വാക്കുകളുടെ പുറത്ത് അത് ചെയ്യുമ്പം അതിന്റെ പേരിൽ ഹേറ്റ് ഉണ്ടാക്കി ക്രൈംസ് ചെയ്യുമ്പോഴൊക്കെയാണ് വിഷയം ഉണ്ടാകുന്നത്. ട്രംപും ഈ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു നിരീശ്വരവാദിയൊന്നുമില്ല. ട്രംപ് ഒരു ദൈവവിശ്വാസിയാണ്. ട്രംപ് എല്ലാ ദൈവത്തിലെ അടിയിട്ടാണ്. കാരണം കൺസർവേറ്റീവ് വാല്യൂസിന്റെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ട്രംപ് എല്ലാ മതങ്ങളെയും ഇത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ് പുള്ളിയുടെ പോളിസി. അപ്പൊ ആ പോളിസി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് മെയിൻ ആയിട്ട് സ്റ്റേക്ക് ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയും UAE ആണ് ഇപ്പോഴത്തെ ചാൻസിൽ. സൗദി അറേബ്യയും ട്രംപുമായിട്ട് എന്നാലും നല്ലൊരു ഡീലാണ് അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ഈവൻ ട്രംപ്
തെരഞ്ഞെടുപ്പ് ജയിച്ച അന്ന് തന്നെ MBS വിളിച്ച് ട്രംപിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം, ഈ ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അത് എല്ലാവരും കണ്ടം ചെയ്ത പോലെ, ഇപ്പം ചൈനയായാലും മറ്റുള്ള രാജ്യങ്ങളായാലും ഇതിന് കണ്ടം ചെയ്ത പോലെ, യൂറോപ്യൻ യൂണിയൻ ഒക്കെ കണ്ടം ചെയ്ത പോലെ ഒരു പാസീവ് സ്റ്റേറ്റ്മെന്റ് MBS കൊടുത്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതെല്ലാം മാറിക്കൂടായികയില്ല. അത് ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ അത് നിർഭാഗ്യകരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അത് പറയുന്നത്, അത് പുള്ളിയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പുള്ളി ഒരു പവറിലിരിക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ അവരെ പുള്ളി അതിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ട് രീതി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പുള്ളിക്കൊരു ഔട്ട്റൈറ്റ് വാറിനൊന്നും അല്ലെങ്കിൽ ഒരു ഔട്ട്റൈറ്റ് വെർബൽ ടെസ്റ്റിനൊന്നും MBS പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം MBSന് ഒത്തിരി ഇത് കാരണം ഒരു മ്യൂച്വൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ ഈജിപ്തിന്റെ കാര്യമായി തന്നെ ഈജിപ്റ്റ് ഇതിനെ ഔട്ട്റൈറ്റ്ലി ഇപ്പൊ റിജക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിലും ബട്ട് UAEയും ഈജിപ്തും തമ്മിൽ ഒരു വലിയ ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കോസ്റ്റൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ കൈറുമായിട്ട് ബന്ധപ്പെട്ട ഒരു $350 million ഒരു വലിയ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈജിപ്തിനാണെങ്കിൽ പണം ആവശ്യമുണ്ട്. അപ്പൊ UAE പണം നൽകാൻ തയ്യാറാണ്. UAE ഈസ് വില്ലിംഗ് ടു ഡു ദാറ്റ്. അപ്പം ഈജിപ്തിനും UAEക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ സൗദി അറേബ്യ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബിക്കം ഫീസിബിൾ. അതാണ് ട്രംപ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രംപിന്റെ മകളുടെ ഭർത്താവ്, അവിടെ വീണ്ടും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രം നമ്മൾ വിട്ടുപോവുകയാണ്, ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തുടക്കം മുതൽ തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ട്രംപും ഖൊമേനിയും, അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയും അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇൻ ദ സെൻസ് നിങ്ങളെ ഗസ ഒഴിപ്പിക്കെന്ന് പറയുമ്പോൾ നീ നോക്കിയിരുന്നോ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി പോലും ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്നുമല്ല. ഇപ്പൊ ഇറാന്റെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ഇറാൻ ഒരു പ്രോക്സി യുദ്ധം നടത്തിയാണ്. ഹമാസിനൊക്കെ ഫ്യൂവൽ ചെയ്യുന്നത് ഇറാൻ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ടതല്ലേ. അവർ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഒരു അവസ്ഥ പറയാന്നുണ്ട്, ഇറാനകത്ത് തന്നെ ഇപ്പം മൊത്തത്തിലെ ഒരു അൺസർട്ടനിറ്റിയാണ്. അവിടുത്തെ എല്ലാവർക്കും അറിയാം, അവിടുത്തെ പ്രസിഡന്റ് കുറച്ച് നാളിന് മുന്നേ കൊല്ലപ്പെട്ടു. പിന്നെ അതിനുശേഷം പുതിയ പ്രസിഡന്റ് വന്നു. പുള്ളി കുറച്ചുകൂടെ മോഡറേറ്റ് ആണ്. പിന്നെ അതിനകത്ത് തന്നെയുള്ള ഇന്റേണൽ പ്രോബ്ലംസ് ഒത്തിരി നടക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഡീസ്റ്റെബിലൈസ്ഡ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് ടോട്ടലി ഹ്യൂമിലിയേറ്റഡ് ആയിപ്പോയി. ഇറാന്റെ സിറിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇത് പോയി. മൊത്തം നോക്കുമ്പോഴത്തേക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇനി ഇതിനകത്തൊരു പിക്ചറിൽ ഇല്ല. ഐ ബിലീവ് ദാറ്റ് ഇറാൻ ഈസ് നോ മോർ ഇൻ ദിസ് പിക്ചർ. ഇറാൻ ഡസൻ ഹാവ് എനി സ്റ്റേറ്റ്. അത് പണ്ടേ, അതായത് ജോർജ് ബുഷിന്റെ കാലത്ത് തന്നെ ജോർജ് ബുഷ് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഈസ് ദ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് GOP അല്ലെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് വിഷൻ അനുസരിച്ച് ഇറാൻ ഇതിനകത്തൊന്നും കൂട്ടാൻ പോലും കൊള്ളത്തില്ല. അവർ ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത രീതിയിൽ അവരെ ഒതുക്കുകയാണ്. കാരണം ദേ ഡസൻ ഹാവ് എ സ്റ്റേക്ക്. അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ബട്ട് GCC കൺട്രീസിന് US-ഉമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്കത് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം US-ന്റെ ഒരു സപ്പോർട്ടിലാണ് ഇതെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ GCCയുടെ ഒരു പ്രത്യേകത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ GCC കൺട്രീസ് എല്ലാം മൊണാർക്കീസ് ആണ്. മൊണാർക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാർക്കിന് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. അപ്പം എനിക്ക് അറിയാവുന്ന ഇതില ഈ സൗദി അറേബ്യ ഫോം ചെയ്തതിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പണ്ട് കാലത്ത് നമ്മൾ ഓയിൽ എക്സ്പ്ലോറേഷൻ ആദ്യം നടന്നത് നമ്മുടെ പേർഷ്യയിലായിരുന്നു, ഇപ്പോഴത്തെ ഇറാനിലായിരുന്നു ഓയിൽ എക്സ്പ്ലോറേഷൻ നടന്നത്. അത് നടന്നത് ബ്രിട്ടീഷ് ആൾക്കാരുടെയും ഫ്രഞ്ച് ആൾക്കാരുടെയും നേതൃത്വത്തിലാണ് അന്ന് ഓയിൽ എക്സ്പ്ലോറേഷൻ നടന്നതും ഓയിൽ വെൽസ് ഒക്കെ ഉണ്ടാക്കിയതും. അന്ന് പേർഷ്യ ഡെവലപ്പ് ചെയ്തു. നമുക്കറിയാം, ഒരു 10-25 വർഷം മുമ്പ്, 30 വർഷം മുന്നേ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ പേർഷ്യ പോവുകയാണ്, ഞങ്ങൾ പേർഷ്യയിലാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് പേർഷ്യ വാസ് ഒറിജിനലി ഇറാൻ. അറ്റ് ദാറ്റ് ടൈം ഇറാൻ വാസ് വെരി ഫ്ലറിഷിംഗ്. പക്ഷെ ഈ ഇസ്ലാമിക് റെവല്യൂഷന് ശേഷമാണ് ഇറാൻ ലോകത്ത് നിന്ന് ഐസൊലേറ്റഡ് ആയത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് US ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് സൗദിയിലായിരുന്നു. അതിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ ഒരു ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് ഈ സൗദി എന്ന ആ ഒരു പ്രദേശം ഈ പാലസ്തീനിയൻ മാൻഡേറ്റും അതിനുശേഷം ഈ ഓട്ടോമാൻ തുർക്സിന്റെ ഒരു ഡിസോൾവോട് കൂടിയാണ് ഈ അറബ് നാഷണാലിറ്റി എന്നുള്ള ഒരു സാധനം വരുന്നത്. അറബ് നാഷണാലിറ്റിയുടെ ഭാഗമായിട്ട് ഈ ബ്രിട്ടീഷ് ഭരണം തീർന്നു, വേൾഡ് വാർ കഴിഞ്ഞു, അവർക്ക് എല്ലാ ഒരു ഐഡന്റിറ്റി വേണം, നാഷണൽ ഐഡന്റിറ്റി വേണം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോമിനന്റ് ഫാമിലി, അൽ സൗദ് പ്രോമിനന്റ് ഫാമിലിയുടെ
ഫാമിലിക്ക് പവർ കൊടുത്ത ശേഷമാണ് ബ്രിട്ടീഷ് അവിടുന്ന് ലെഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. ഓയിലൊന്നും അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബട്ട് ഓയിൽ എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം. ഓൾറെഡി യു എസില് ആണ് ഫസ്റ്റ് ഓയിൽ വെൽ ഉണ്ടാക്കുന്നത്. 1880s ആ ടൈമിലാണ് ഒരു വൻതോതിലുള്ള എക്സ്പ്ലോറേഷൻ. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി ജോൺ ഡി റോക്കഫെല്ലറിന്റെ കമ്പനിയാണ് ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ സൗദി അറേബ്യക്കും ഓയിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് ഹൂ ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റ്? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഓയിൽ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോസസ്സാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മില്യൺസ് ഓഫ് ഡോളർ നമ്മൾ സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതൊരു ഗ്യാംബ്ലിംഗ് പോലെ ആയിരിക്കും. അന്ന് ഈ പേർഷ്യയിൽ നിന്നിട്ട് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ നേതൃത്വത്തിൽ അന്ന് അവിടുന്ന് ഗ്യാസ് എക്സ്പ്ലോറേഷൻ നടന്ന സമയത്ത് അൽ സൗദ് ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഡേഴ്സ് ബ്രിട്ടനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. ബട്ട് ദേ ഔട്ട്റൈറ്റ്ലി റിജക്റ്റഡ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് ഓയിൽ പേർഷ്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്, വൈ ഷുഡ് ഐ കം ആൻഡ് വേസ്റ്റ് മൈ മണി? അന്ന് റോക്കഫെല്ലറിന്റെ കമ്പനി, സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി, പിന്നീട് അത് ഡിസോൾവ് ആയ എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞ പല കോർപ്പറേഷൻസ് ആയി മാറി. അന്ന് എക്സോൺ മൊബൈൽ നേതൃത്വത്തിൽ ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുടെ പേരാണ് ഗൾഫ് ഓയിൽ. ഗൾഫ് ഓയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് സൗദി അറേബ്യയിൽ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ട് ഓയിൽ കണ്ടെത്തുന്നത്. അപ്പൊ ഗൾഫ് ഓയിൽ, അതായത് റോക്കഫെല്ലറിന്റെ കമ്പനി ഗൾഫ് ഓയിൽ അവിടെ എക്സ്പ്ലോറേഷൻ നടത്തി, സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ വന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മൾ ഇനി കാണുന്ന എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റുകളും സംഭവങ്ങളും ഓയിൽ വെൽസിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഓയിൽ വെൽസിൽ നിന്ന് ഉണ്ടാക്കിയത്? അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അവർ ഓയിൽ എക്സ്പ്ലോർ ചെയ്തു. അമേരിക്കൻ കമ്പനീസ് അവിടെ വന്നു, ഓയിൽ എടുത്തു, അവര് തന്നെ അത് കൊണ്ടുപോയി അവരൊരു കരാറുണ്ടാക്കി. അതിനുശേഷം പിന്നീട് അറാംകോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയ ശേഷമാണ് ഈ അറാംകോ ഗ്രൂപ്പ് ഇപ്പം ഫുള്ളായിട്ട് സൗദിയുടെ കൺട്രോളിലാണ്. കുറെ നാള് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേ വരെ അത് യു എസുമായിട്ട് ടൈപ്പിലായിരുന്നു. അതിന്റെ ടൈം ലൈൻ ഞാൻ നോക്കിയിട്ടില്ല, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഇപ്പൊ അത് ഫുൾ ആൻഡ് ഫുള്ള് സൗദി അറേബ്യയുടെ കൺട്രോളാണ് അറാംകോ എന്നുള്ള കമ്പനി. ഫോർച്യൂൺ 500 എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 10 കമ്പനീസിൽ ഒരു കമ്പനിയാണ് അറാംകോ എന്നുള്ള കമ്പനി. അപ്പൊ ആ കമ്പനിയുടെ ഫോർമേഷനോ അല്ലെ ആ കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്, സൗദി അറേബ്യയുടെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് യു എസിന്റെ സ്റ്റേറ്റ് എന്താണ്, യു എസ് എങ്ങനെയാണ് ഈ GCC കൺട്രീസിനെ ഈ രീതിയിൽ യു എസ് പിടിച്ചു നിർത്തുന്നത്, അവരുടെ മൊണാർക്സിനെ ആയാലും മറ്റുള്ളവരെ ആയാലും അവർ നോക്കുന്നത്. ഈ GCC കൺട്രിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ദേ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കീസ് ഓർ അബ്സല്യൂട്ട് മൊണാർക്കീസ്. ചില രാജ്യത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ചില രാജ്യത്തിന് മൊണാർക്കി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ പറയുന്ന യു എസിന്റെ ഒരു സപ്പോർട്ടിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. യു എസ് പറയുന്നതാണ് ആത്യന്തികമായിട്ട് ഇവർ കേൾക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ഇതിനകത്ത് നടത്താൻ പാടുള്ളൂ. പിന്നെ ഈ മൊണാർക്കീസ് ഇല്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ GCCക്ക് പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും ഈവൻ യു എസിന്റെ എയ്ഡ് കൊണ്ടോ അല്ലെ യു എസുമായിട്ട് കിട്ടുന്ന സഹായം കൊണ്ട് മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് ചരിത്രമൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയൊന്നുമില്ല. നമ്മളിരുന്ന് കമന്റ് പാസ് ചെയ്യുമ്പോൾ പാസീവായിട്ട് ഇങ്ങനെ കമന്റ് പറയുമെന്നല്ലാതെ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസ് ആരും നോക്കുന്നില്ല. ഇത് എങ്ങനെയാണ് ഈ സംഭവം ഇത് ഫോം ആയത് എന്നുള്ളത്. കാരണം എനിക്ക് തന്നെ ഇത് ഒരു പുതിയ അറിവായിരുന്നു. ഞാൻ റോക്കഫെല്ലറിന്റെ ഒരു ബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്താണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിനെപ്പറ്റി നമ്മുടെ മലയാളത്തിലോ കേരളത്തിലോ അങ്ങനെ അധികം ആരും എഴുതിയതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല റോക്കഫെല്ലറിനെ പറ്റി. കാരണം അവരെല്ലാവരും റോക്കഫെല്ലറിനോട് ഈവിൾ ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഹി ബിലീവ്ഡ് ഇൻ ഡൂയിങ് ഫിലാൻട്രഫി ബൈ ക്രിയേറ്റിംഗ് വെൽത്ത് എന്നാണ് പുള്ളിയുടെ ഒരു പോളിസി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവര് ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ട്രംപും ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനെയും ട്രംപ് ഓയിൽ ഡ്രില്ല് ചെയ്യുന്നതിനെയും ഭയങ്കര ഫേവറാണ്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാം ഒരു അലീജിയൻസ് എന്ന് പറയുന്നത് ഇതിനോടാണ്, ഈ ഫോസിൽ ഫ്യൂൾസിനോട് അവർക്ക് അലീജിയൻസ് ഉണ്ട്. ട്രംപ് ഇതിന് മുന്നേ ബൈഡൻ ഇരുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ ക്ലൈമറ്റ് ആക്ടിവിസവും പെട്രോളിനെ ഒഴിവാക്കണം, ഡീസലിനെ ഒഴിവാക്കണം, നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള കുറച്ച് യൂട്ടോപ്യൻ ഐഡിയസ് ആയിട്ട് അതൊക്കെ നല്ലതാണ്. ബട്ട് ഈ നമ്മളിപ്പം ബാറ്ററിയുള്ള കാർ ഓടിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കുറയുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ലിഥിയം പോലത്തുള്ള റെയർ എർത്തുകളൊക്കെ എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഒത്തിരിയും ഫോസിൽ ഫ്യൂൾസ് ഉപയോഗിക്കേണ്ടി വരും. വലിയ മൈനിങ് എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോഴേ അതിനകത്തൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സസ്റ്റൈനബിലിറ്റി ഇല്ല. പക്ഷെ ഹൈബ്രിഡ് കാറുകൾ അങ്ങനത്തുള്ള കാറുകൾ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഫേസ്ഡ് ഔട്ട് ആയിട്ട് ഇത് മാറ്റാം. അല്ലാതെ ഇപ്പൊ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനി ഇലക്ട്രിക് കാർ മാത്രം ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഫീസിബിൾ അല്ല. അത് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ആക്ടിവിസം ആണ്. ദാറ്റ് ഈസ് നോട്ട്, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു
സംഭവമല്ല എന്ന് ട്രംപ് പറഞ്ഞു. അപ്പൊ അതിനുമായിട്ട് നോക്കുമ്പോൾ അവരുടെ എല്ലാം പോളിസീസ് എല്ലാം അലൈൻഡ് ആണ് ഇവരുടെ എല്ലാം. കാരണം ഓയിൽ ബേസ്ഡ് എക്കണോമീസ് ആണ് ഇതെല്ലാം. ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്തണം എന്നുള്ള ട്രംപിന്റെ താല്പര്യമാണ്. ഓയിൽ വാങ്ങിക്കാൻ മറ്റുള്ളവർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചൈന, ഇന്ത്യ പോലത്തുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ നമുക്ക് ഓയിൽ ഇല്ലാതെ പറ്റത്തൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ചൈനയും പാസീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ നമ്മൾ നേതൃത്വം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു നേതാക്കന്മാർ പോലും റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പോലും ഈ പ്ലാനിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇന്ത്യ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. റഷ്യ എടുത്തു കഴിഞ്ഞാൽ റഷ്യയുടെ ക്രെംലിൻ കൊടുത്ത ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ പാസീവായിട്ട് കമന്റ്സുകൾ അവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ക്രെംലിൻ ഒന്നും പറഞ്ഞിട്ടില്ല. പുടിൻ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പുടിൻ ഈസ് നൗ കോൺസെൻട്രേറ്റഡ് ഇൻ അയാളുടെ പ്രശ്നം തീർക്കാനുള്ള ഒരു ഇതിലാണ്. ട്രംപ് നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോൾ, ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ റഷ്യ കോൺഫ്ലിക്റ്റിനെ പറ്റി നമ്മളൊന്ന് സംസാരിക്കണം. കാരണം ട്രംപ് പറയുന്നത് ഉക്രൈൻ റഷ്യയുടെ ആണെങ്കിൽ റഷ്യയുടെ ആണ്, റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യയുടെ അല്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം റഷ്യ എന്താണോ ക്ലെയിം ചെയ്യുന്നത് ആ ക്ലെയിം അംഗീകരിച്ച് കൊടുത്ത ശേഷം ഉക്രൈൻ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി ആ യുദ്ധം നിർത്തണം എന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത്. കാരണം യു എസിന് ഒരു സ്റ്റേക്കും ഇല്ല യുക്രൈനിലായാലും നാറ്റോയിലായാലും. യു എസിനെ സംബന്ധിച്ചത് ഒരു സ്റ്റേക്കും ഇല്ല എന്നുള്ള രീതിയിലാണ് യു എസ് നിൽക്കുന്നത്. ഇനി നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് അവരുടെ GDP-യുടെ 5% ചെലവാക്കിയില്ലെന്നുണ്ടെങ്കിൽ യു എസ് തിരിഞ്ഞു നോക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആണ് ട്രംപ്. ഈസ് വെരി പ്രാഗ്മാറ്റിക്, വെരി പ്രാക്ടിക്കൽ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുള്ളി ഈ വിഷയങ്ങളെല്ലാം വളരെ ഗ്രൗണ്ടഡ് ലെവലിൽ നിന്ന് ഇത് സോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ജഗത് പറഞ്ഞത് ഇതിനകത്തൊരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് പെർസ്പെക്റ്റീവിലൂടെ അതിന്റെ ചരിത്രം കൂടി പഠിക്കാതെ നമുക്ക് ഈ വിഷയങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്നത് സൗദി അറേബ്യയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയുമായി ട്രേഡ്, നമ്മൾ ഗ്ലോബലൈസ്ഡ് സിറ്റിസൺ ആ ഒരു വേൾഡ് വ്യൂവിൽ നിന്ന് വേണം കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്ക ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിനൊന്നും നിലനിൽപ്പില്ല. അത് അങ്ങനെയാണല്ലോ വേണ്ടത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരത്തോടും പോകേണ്ടതുണ്ട്. ട്രംപ് ഇത്രയും നാൾ പറഞ്ഞതൊന്നും വെറും വാക്കായിരുന്നില്ല എന്നത് ട്രംപിന്റെ ആക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഗസ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ചുമ്മാതൊന്നും പറഞ്ഞതല്ല. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. അത് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങളെല്ലാം. എന്തായാലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, മാത്രമല്ല ജഗത്ത് പറഞ്ഞത് വളരെ വാലിഡായിട്ട് ഒരു പോയിന്റ് കൂടിയുണ്ട്. യുദ്ധങ്ങൾ നടക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു രാഷ്ട്ര നേതാവ് കൂടിയാണ് ട്രംപ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ഒരു സമ്പൂർണമായ ഒരു സമാധാനം കൊണ്ടുവരാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. അതിന് അറബ് രാഷ്ട്രങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു രീതിയിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകാനാണ് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നത്. ഒരുപാട് നന്ദി ജഗത്. നമുക്കത് എന്തായാലും ട്രംപിനെ എതിർക്കുന്ന ഒരു മഹാഭൂരിപക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉള്ളത്. എന്ത് കണ്ടാലും എന്ത് ചെയ്താലും ട്രംപിനെ എതിർക്കുക എന്നതിനേക്കാൾ ഉപരിയായി ട്രംപിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് മിഡിൽ ഈസ്റ്റിൽ ഇതുപോലെ സമാധാനം കൊണ്ടുവരിക എന്നുള്ളത്. എന്തായാലും അദ്ദേഹം അത് ചെയ്യാനുള്ള രീതികൾ മുന്നോട്ട് പോട്ടെ. എന്തായാലും സൗദിയുമായി അദ്ദേഹം ചർച്ചകൾക്ക് ഇരിക്കാൻ പോകുന്ന വാർത്തകൾ വരുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ടുള്ള യാത്രയെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരുപാട് നന്ദി ജഗൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.